നമസ്കാരം. ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടാണ് ആ വാർത്ത വന്നത്. ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രല്ല കൊല്ലപ്പെട്ടു. ആദ്യം ആരും വിശ്വസിച്ചതേയില്ല. എക്സിലൂടെ ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് മരണവിവരം പുറത്തുവിട്ടു. പിന്നാലെ ഹിസ്ബുള്ളയും വിവരം സ്ഥിരീകരിച്ചു. കാർമേഘങ്ങൾ മൂടി നിൽക്കുന്ന പശ്ചിമേഷ്യയെ കുറച്ചുകൂടി ഇരുട്ടിലാക്കിയാണ് ഹസൻ നസ്രല്ലയുടെ മരണവാർത്ത പുറത്തു വന്നിരിക്കുന്നത്. ദീർഘനാൾ നീണ്ട ഓപ്പറേഷനൊടുവിൽ മൊസാദ് നടത്തിയ പേജർ വാക്കി ടോക്കി സ്ഫോടന പരമ്പരകൾ ഹിസ്ബുള്ളയെ മാത്രമല്ല ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചിരിക്കുകയാണ്. ദിവസങ്ങൾ പിന്നിടുമ്പോൾ ആ ഞെട്ടൽ വർദ്ധിപ്പിച്ച് ഹസൻ നസ്രല്ലയും ഓർമ്മയായി മാറിയിരിക്കുന്നു. ഇപ്പോഴിതാ അറബ് രാജ്യങ്ങൾ ഒന്നടങ്കം ഇസ്രായേലിനും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും നേർക്ക് തിരിഞ്ഞിരിക്കുകയാണ്. നസ്രല്ലയെ വധിച്ച അതേ മണ്ണിൽ നിന്ന് തന്നെ നെതന്യാഹുവിനെ തീർക്കുമെന്ന് പ്രഖ്യാപിച്ച ഹിസ്ബുള്ളയ്ക്കൊപ്പം യമനിലെ സായുധ സംഘമായ ഹൂതികളും ഇതിൽ ചേർന്നിട്ടുണ്ട്. തലവൻ യഹ്യ സിൻവാറിന്റെ തിരോധാനത്തോടെ ഒതുങ്ങി നിന്ന ഹമാസും ഇറാനും ഇറാഖും ഉൾപ്പെടെ ഹിസ്ബുള്ളയ്ക്ക് പിന്നിൽ അണിനിരന്നതോടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒട്ടും സുരക്ഷിതനല്ലെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. ആദ്യപടി എന്നോണം ലെബനനിൽ നിന്ന് നെതന്യാഹുവിനെ ലക്ഷ്യമിട്ട് ഹൂതികളുടെ മിസൈൽ മഴ തന്നെ ഉണ്ടായിരിക്കുന്നു. അമേരിക്കയിലായിരുന്ന നെതന്യാഹു നസ്രല്ലയുടെ വധത്തിന് പിന്നാലെ അമേരിക്കൻ സന്ദർശനം വെട്ടിച്ചുരുക്കി ഇസ്രായേലിലേക്ക് തിരിച്ചിരുന്നു. പിന്നാലെ ഇസ്രായേലിന്റെ ബെൻ ഗുരിയോൺ വിമാനത്താവളത്തിന് നേർക്കാണ് ഹൂതികൾ മിസൈൽ വർഷിച്ചത്. UN പൊതുസഭയെ അഭിസംബോധന ചെയ്ത ശേഷം നെതന്യാഹു ഇസ്രായേലിലേക്ക് തിരിച്ചു വരുമ്പോഴാണ് ആക്രമണം നടന്നത്. 2 ദിവസത്തിനിടെ മധ്യ ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് ഇത് രണ്ടാമത്തെ മിസൈൽ ആക്രമണമാണ് നടന്നിരിക്കുന്നത്. പലസ്തീൻ ജനതയ്ക്കുള്ള പിന്തുണയും ലെബനനിലും ഗസയിലും സയനിസ്റ്റുകളായ ശത്രുക്കൾ നടത്തുന്ന ആക്രമണത്തിന് തിരിച്ചടിയുമായാണ് മിസൈൽ ആക്രമണം നടത്തിയതെന്ന് ഹൂതി ചാനലായ അൽ മസീറ TV പുറത്തുവിട്ട വീഡിയോ സന്ദേശത്തിൽ പറയുന്നുണ്ട്. ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കും വരെ ഗസയ്ക്കും ലെബനനും വേണ്ടിയുള്ള ചെറുത്തുനിൽപ്പ് തുടരുമെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നുണ്ട്. നെതന്യാഹു ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. മാത്രമല്ല നെതന്യാഹുവിന്റെ പിന്നാലെ അറബ് സഖ്യം ഉണ്ടാകുമെന്ന പ്രസ്താവനകളാണ് പുറത്തു വരുന്നത്. അനുയോജ്യമായ സമയത്ത് തന്നെ ഇസ്രായേലിന് മറുപടി ലഭിക്കുമെന്ന് ഇറാൻ സ്ട്രാറ്റജിക് അഫയേഴ്സ് ഡെപ്യൂട്ടി പ്രസിഡന്റ് മുഹമ്മദ് ജവാദ് സരിഫ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഹസൻ നസ്രല്ലയുടെ അനുസ്മരണ ചടങ്ങിനിടെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇസ്രായേൽ ഭരണകൂടത്തിന്റെ കുറ്റകൃത്യങ്ങളോടുള്ള ഇറാന്റെ പ്രതികരണം ശരിയായ സമയത്ത് തന്നെ ലഭിക്കുകയും ചെയ്തു. അത് ഇറാന്റെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് ഉന്നത തലങ്ങളിൽ നിന്നും തീരുമാനിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമെന്നും ജവാദ് സരിഫ് വ്യക്തമാക്കുന്നുണ്ട്. അതിനിടെ ലെബനന് പിന്തുണയുമായി ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബഗർ ഗാലിബാനും രംഗത്ത് എത്തിയിട്ടുണ്ട്. ലെബനാൻ സ്പീക്കർ നബീഹ് ബെറിയെ ഫോണിൽ വിളിച്ചാണ് അദ്ദേഹം പിന്തുണ അറിയിച്ചത്. നസ്രല്ലയുടെ മരണത്തിൽ ഇറാൻ സ്പീക്കർ അനുശോചനം അറിയിക്കാൻ വിളിച്ചപ്പോഴാണ് പിന്തുണ അറിയിച്ചതെന്ന് ഇറാൻ വാർത്താ ഏജൻസിയായ തസ്നീം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒപ്പം അമേരിക്കയ്ക്കും മുഹമ്മദ് ബഗർ ഗാലിബാൻ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഈ കുറ്റകൃത്യങ്ങളിലെല്ലാം US പങ്കാളിയാണെന്നും പ്രത്യാഘാതങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇസ്രായേലിനെതിരായ പോരാട്ടം തുടരുമെന്ന് ലെബനാൻ സ്പീക്കർ ബെറിയും അറിയിച്ചിട്ടുണ്ട്. അതേസമയം ബെയ്റൂട്ടിൽ വെച്ച് ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സ് ഡെപ്യൂട്ടി കമാൻഡറെ ഇസ്രായേൽ കൊലപ്പെടുത്തിയത് നിഷ്ഠൂരമായ കുറ്റകൃത്യമാണെന്നും മറുപടി നൽകുമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖിയും പറഞ്ഞു. ഹസൻ നസ്രല്ലയ്ക്കൊപ്പമാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സിന്റെ ഡെപ്യൂട്ടി കമാൻഡർ അബ്ബാസ് നെൽഫോർഷാനും കൊല്ലപ്പെടുന്നത്. ഇറാന്റെ വിവിധ സൈനിക സുരക്ഷാ പ്രവർത്തനങ്ങളിൽ നേരിട്ട് ഏർപ്പെട്ടിരിക്കുന്ന IRGCയുടെ ഓപ്പറേഷൻസ് കമാൻഡിന്റെ മേൽനോട്ടം ഇദ്ദേഹത്തിനായിരുന്നു. ഹിസ്ബുള്ളയുടെ ചരിത്രം പരിശോധിച്ചാൽ വീഴ്ചയിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുന്ന സംഘമായാണ് വിലയിരുത്തുന്നത്. അതുതന്നെയാണ് നെതന്യാഹു ഏറെ ഭയക്കേണ്ടത്.